ഇനി ഒരു യാചകന്റെ കഥയാണ്. ഭിക്ഷക്കാരൻ കോടീശ്വരനാണ്. സമ്പാദ്യം എന്തൊക്കെയാണെന്ന് കേട്ട് ആ ഉദ്യോഗസ്ഥർ ഞെട്ടി. 2 വീട്, ഒരു ഫ്ലാറ്റ്, കാറ്, തീർന്നില്ല പണമിടപാട്, അതായത് ഫിനാൻസ് വേറെ. ഇൻഡോറിലെ ഒരു യാചകനെ കുറിച്ചുള്ള കഥയാണ്. ഈ ചക്രങ്ങളൊക്കെ ഘടിപ്പിച്ച പലകയിൽ ഈ കൈകൾ കൊണ്ട് നീന്തി പോകുന്ന ഭിക്ഷക്കാരെ നമുക്ക് ചുറ്റും നമ്മൾ കാണാറില്ലേ? അതുപോലെ നീന്തി സഞ്ചരിച്ച് ഭിക്ഷ എടുക്കുന്ന ഒരു ഭിക്ഷക്കാരൻ. അദ്ദേഹത്തിന്റെ പേരാണ് മൻകി ലാൽ. ഈ മൻകി ലാൽ ഒരു കുഷ്ഠരോഗി കൂടിയാണ് കേട്ടോ. കൈ നീട്ടി മുന്നിലിരിക്കുന്നത്, അതായത് നമ്മുടെ മുന്നിലേക്ക് കൈ നീട്ടി എത്തിയിരിക്കുന്ന ആ ഭിക്ഷക്കാരന് നമ്മൾ 10 or 5 രൂപയൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ കരുതുന്നുണ്ടാവില്ല ഇയാളൊരു കോടീശ്വരനാണ് എന്ന്. പക്ഷേ ആർക്കും ആ ധാരണ ഉണ്ടായിരുന്നില്ല. ആ ധാരണയൊക്കെ തെറ്റിക്കും വിധത്തിലുള്ള കണക്കുകളാണ് ഈ ഭിക്ഷക്കാരൻ സർക്കാർ ഉദ്യോഗസ്ഥരോട് വെളിപ്പെടുത്തിയത്. എന്തൊക്കെയാണ് ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടുള്ളത്? 2 വീടുണ്ട്, ഒരു ഫ്ലാറ്റ് ഉണ്ട്. ഭിക്ഷയ്ക്കെത്തുന്നതോ ഒരു സെഡാൻ കാറിലാണ്. പലിശയ്ക്ക് പണം കൊടുക്കുന്ന പരിപാടിയുണ്ട്. ഇൻഡോറിലെ ഈ യാചകന്റെ സമ്പാദ്യം കോടികളാണ്. ഇൻഡോറിൽ ഭിക്ഷാടകരില്ലാത്ത ഇൻഡോർ എന്നൊരു പദ്ധതി നടപ്പാക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഒരു പുനരധിവാസ കേന്ദ്രത്തിലേക്ക് ഇയാളെ സർക്കാർ ഉദ്യോഗസ്ഥർ മാറ്റുന്നത്. അവിടെ വെച്ചാണ് ഈ ഭിക്ഷയെടുത്ത് കോടികൾ സമ്പാദിച്ച കഥ ഈ ഉദ്യോഗസ്ഥർക്ക് അമ്പരപ്പോടുകൂടി കേട്ടിരിക്കേണ്ടി വന്നത്. നേരത്തെ പറഞ്ഞല്ലോ, 2 വീട്, ഒരു ഫ്ലാറ്റ്, നിരവധി വാഹനങ്ങൾ. വർഷങ്ങളായി ദിവസവും 1000 രൂപയാണ് സമ്പാദിച്ചിരുന്നത്. എല്ലാം കൂട്ടിവെച്ചാണ് മൻകി ലാൽ ഈ കോടികൾ വിലമതിക്കുന്ന കെട്ടിടങ്ങൾ സ്വന്തമാക്കിയത്. എവിടേക്കാണ്? മധ്യപ്രദേശിലെ ഭഗത് സിംഗ് നഗറിൽ 3 നിലയുള്ള വീടാണുള്ളത്. ശിവനഗർ എന്ന സ്ഥലത്ത് 600 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടുണ്ട്, ഒരു ഫ്ലാറ്റും. മൻകി ലാൽ തന്നെ തുറന്നു പറഞ്ഞതാണ്. മാത്രമല്ല 3 ഓട്ടോറിക്ഷകൾ നഗരത്തിൽ ഓടി നടക്കുന്നുണ്ട്, വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. അതിന്റെ വരുമാനം വേറെയാണ്. ഇതിന് പുറമെയാണ് തൻ്റെ കയ്യിലുള്ള പണം അത് പലിശയ്ക്ക് വായ്പ നൽകി ഒരുപാട് പണം വീണ്ടും സമ്പാദിക്കുന്നത്. സെഡാൻ കാറാണ്. ഒരു സെഡാൻ കാർ സ്വന്തമായിട്ടുള്ള ഭിക്ഷക്കാരനാണ്. ഇനി ഈ സെഡാൻ കാറിലാണ് പലപ്പോഴും രാവിലെ വീട്ടിൽ നിന്നിറങ്ങി ഭിക്ഷ യാചിക്കാനായി പോകുന്നത്. ഈ പതിവ് സ്ഥലമെത്തുമ്പോൾ കാറിൽ നിന്നിറങ്ങി ആ ചക്രം ഘടിപ്പിച്ച പലകയിൽ കയറിയിരിക്കും. പിന്നീട് ഭിക്ഷാടനത്തിനായി നീങ്ങും. അത് കേട്ട ഉദ്യോഗസ്ഥർ അമ്പരപ്പോടുകൂടിയാണ് കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. तब पता चला कि यह व्यक्ति जो मांगी लाल है, इसके पास 3 पक्के मकान हैं, जिसमें एक मकान 3 मंजिला है और 2 एक मंजिला मकान है और अच्छे एरिया में है ये मकान. इसके अलावा इसके पास 3 ऑटो हैं जिनको ये भाड़े में दे के रखा हुआ है, किराए से चलवाता है. इसकी स्वयं के पास एक डिजायर है, 4 व्हीलर गाड़ी है और इस गाड़ी से ये आता जाता है एवं ऐसे एरिया में जाके फिर लकड़ी की जो ट्राईसाइकिल टाइप की एक फिसलने वाली गाड़ी होती है उसमें जाके भिक्षावृत्ति करता है. ഭിന്നശേഷിക്കാർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് മൻകി ലാൽ ഒരു വീട് സ്വന്തമാക്കിയത്. PMAY പദ്ധതി പ്രകാരമാണ് ഇത് ലഭിച്ചത്. ഭിക്ഷക്കാരന്റെ സമ്പാദ്യത്തെക്കുറിച്ച് അങ്ങനെ അമ്പരപ്പോടെ കേട്ടിരുന്ന ഉദ്യോഗസ്ഥർ കാര്യങ്ങൾ കൂടുതൽ അന്വേഷിച്ചറിയാനെന്നാണെങ്കിലും തീരുമാനമെടുത്തിട്ടുണ്ട്. ഇനിയും കൂടുതൽ സമ്പാദ്യം, വരുമാനമൊക്കെ ഇയാൾക്കുണ്ടോ എന്നുള്ളത് അറിയണമല്ലോ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.